പറഞ്ഞ വാക്കിൽ നിന്ന് ഒരു അടി പിന്നോട്ട് പോകില്ല. 5 ഇന്ദിരാ ഗ്യാരന്റികളും നടപ്പിലാക്കും. കേരളം പുതിയ യുഗത്തിലേക്ക് എത്തിക്കും. വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. അദ്ദേഹമാകട്ടെ ഇവിടെ നേതൃത്വത്തിലൂടെയുള്ള പുതിയ സർക്കാരിന്റെ ആദ്യ വലിയ പ്രഖ്യാപനങ്ങൾ വലിയ ജനശ്രദ്ധ ഇപ്പോൾ നേടുകയാണ്. ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പൂർണ്ണമായും തന്നെ പാലിക്കുമെന്നും മുഖ്യമന്ത്രി ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായ 5 ഇന്ദിരാ ഗ്യാരന്റികൾ നടപ്പിലാക്കുമെന്നും ഉറപ്പ് നൽകിയിരിക്കുകയാണ്. കേരളത്തെ പുതിയൊരു വികസന ഘട്ടത്തിലേക്ക് നയിക്കുമെന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്നും കേരളം പുതിയ യുഗത്തിലേക്ക് ചുവടുവെക്കുകയാണ്. എല്ലാ വെല്ലുവിളികളെയും ജനാധിപത്യപരമായ രീതിയിൽ നേരിടുമെന്നതാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ വലിയ സാമ്പത്തിക വികസന കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതികളും മുഖ്യമന്ത്രി വിശദീകരിച്ചു. കേരളത്തെ പ്രധാന തുറമുഖ നഗരമാക്കി ഉയർത്തുമെന്നും ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഏഷ്യൻ ഹബ്ബായി തന്നെ വികസിപ്പിച്ചെടുക്കുമെന്നതാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതേസമയം സമീപകാല വാഗ്ദാനങ്ങൾ വിശ്വസ്യത നഷ്ടപ്പെട്ടുവെന്ന വിമർശനം നേരിടുന്ന സഹകരണ മേഖലയെ പുനരുജ്ജീവിപ്പിക്കുമെന്നും സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സഹകരണ ബാങ്കുകളിലും സ്ഥാപനങ്ങളിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം തുടച്ചു നീക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നതാണ് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം. പുതിയ സർക്കാരിന്റെ വികസന പ്രഖ്യാപനങ്ങൾ രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ അവിടെ സാമ്പത്തിക പുനരുജ്ജീവനവും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിനും സർക്കാർ നൽകുന്ന മുൻഗണന വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി തന്നെ മാറാനും സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന വൻ മാറ്റം ഒന്നും തന്നെ അത് എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മയക്കുമരുന്ന് ശൃംഖലയെ നേരിടുമെന്നും തുടച്ചു മാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യവസായികളെ ആകർഷിക്കാൻ തക്കവണ്ണത്തിലുള്ള ലാൻഡ് ബാങ്ക് സജ്ജമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പിണറായി സർക്കാരിന്റെ നയമല്ല നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതെന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കിഫ്ബിയെ കുറിച്ച് വിശദമായി പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്നും നിയമപരമായ തീരുമാനം കിഫ്ബിയുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വന്ദേ മാതരത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് രാഷ്ട്രീയ ചിന്തയോടുകൂടി അല്ലെങ്കിൽ അത്തരം ഒരു ഐഡിയോളജിയോടുകൂടി തന്നെ എല്ലാവർക്കും അതുണ്ടാകുമെന്നതായിരുന്നു അദ്ദേഹം പ്രതികരണം നൽകിയത്. എന്നാൽ ഇതുവരെയും ഈ ഒരു ഇ.ഡി. റെയ്ഡിനെ കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് അദ്ദേഹം ഇ.ഡി. റെയ്ഡിനെ കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ സംസ്ഥാനത്തിന് റോൾ ഇല്ലായിരുന്നു എന്നതായിരുന്നു ഇതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരണം നടത്തിയത്. നേരത്തെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇ.ഡി. നടപടികൾ. കേന്ദ്ര ഏജൻസികളെ കുറിച്ച് ഞങ്ങൾക്കും പരാതികളുണ്ട് എന്നും എല്ലായിടത്തും വെച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. എപ്പോൾ മറുപടി പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം തരണമെന്നും മൗനി ബാബയോടടക്കം വിമർശിക്കൂ എന്നും അതുമാത്രമല്ല പുറത്തിറങ്ങുമ്പോൾ ഒരു മൈക്ക് മുഖത്ത് വന്നിടിച്ചു ഉചിതമായ സമയത്ത് മറുപടി പറയുമെന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞു. അതേസമയം ഇ.ഡി. റെയ്ഡിൽ പിണറായി കുറ്റപ്പെടുത്തിയത് രാഹുലിനെയാണ്. രാഹുൽ ഗാന്ധിയാണോ റെയ്ഡിന് ആളെ വിട്ടത്? അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നും കോടതി അനുവദിച്ച കേസിൽ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ അന്വേഷണം നടത്തിയതിനെ വിമർശിക്കുകയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മോദി വി.ഡി. ഡീലാണ് റെയ്ഡ് എന്ന CPM ആരോപണത്തെ മുഖ്യമന്ത്രി പരിഹസിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞതുകൊണ്ടാണ് റെയ്ഡ് നടത്തിയതെന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസ വാക്കുകൾ. 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്താൻ താൻ മോദിയോട് നിർദ്ദേശിച്ചുവെന്നും മോദി അപ്പോൾ തന്നെ ഫോൺ എടുത്ത് വിളിച്ചു റെയ്ഡിന് നിർദ്ദേശം നൽകി. സതീശൻ ആദ്യമായ ഒരു കാര്യം പറഞ്ഞതല്ലേ എന്ന് കരുതിയാകാം മോദി കാര്യങ്ങൾ ചെയ്തതെന്നും